സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ആണ് ഷോർട്ട് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സ്വിംഗ് ട്രേഡിംഗിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ഹൈ ക്യാപിറ്റൽ റിക്വയർമെന്റ് തന്നെയാണ്. അതായത് നമുക്ക് അത്യാവശ്യം ഒരു ഇൻകം ഒക്കെ സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ തന്നെ പല ആൾക്കാരും ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻട്രാഡേ ട്രേഡിംഗിൽ പണ്ട് മുതലേ തന്നെ എല്ലാ ബ്രോക്കേഴ്സും നല്ലൊരു ലീവറേജ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ 20 times 30 times ഒക്കെ പണ്ട് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 10,000 രൂപ ഉള്ള ആൾക്ക് പോലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 lakh അല്ലെങ്കിൽ 2 lakh ഒക്കെ പൊസിഷൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ സമയത്ത് 30 times ഒക്കെ ആയിരുന്നു ലീവറേജ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു ലീവറേജ് ഒക്കെ എല്ലാ ബ്രോക്കേഴ്സും ഈ എക്സ്ചേഞ്ച് സൈഡിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ട് എല്ലാ ബ്രോക്കേഴ്സും റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 5 times ഒക്കെയാണ് ഇൻട്രാഡേ ട്രേഡിൽ കിട്ടുന്ന ഒരു ലീവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലീവറേജ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ഒരു ലോവർ ക്യാപിറ്റലുള്ള പല ആൾക്കാരും ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുവിധം എല്ലാ ബ്രോക്കേഴ്സും ഡെലിവറി ട്രേഡ്, അതായത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും ഡെലിവറി പൊസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ലീവറേജസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേര് എന്ന് പറഞ്ഞ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്നുള്ള പേരിലാണ് ബ്രോക്കേഴ്സ് ലീവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം ബ്രോക്കേഴ്സിലൊക്കെ ചില ബ്രോക്കേഴ്സ് 2 times ആണ്, ചില ബ്രോക്കേഴ്സ് 5 times ആണ്. ഇങ്ങനെ ലീവറേജസ് ഒട്ടുമിക്ക ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി സെറോദയും നമുക്ക് MTF എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി ട്രേഡിന് ലീവറേജ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെറോദ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു MTF അല്ലെങ്കിൽ ഈ ഒരു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫീച്ചറിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ചാർജസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതുവരെയായിട്ട് സെറോദയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെറോദയിൽ MTF യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ MTFന്റെ ചാർജസിനെ പറ്റി കൂടെ നമ്മൾ നോക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് എങ്ങനെയാണ് MTF ഉപയോഗിച്ചിട്ട് സെറോദയിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി സെറോദയിൽ MTFന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കറന്റ് സെറോദയിൽ നമുക്ക് MTFൽ അപ് ടു 5 times ലീവറേജ് ആണ് കിട്ടുന്നത്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10,000 rupees ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു 10,000 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെറോദയിൽ 50,000 50,000 rupeesന്റെ വരെയുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് MTFൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്റ്റോക്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഡെലിവറിയിൽ ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 10,000 എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ 50,000 rupeesന്റെ സ്റ്റോക്സ് വാങ്ങുന്ന കേസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു 40,000 rupees നിങ്ങൾക്ക് സെറോദ ലീവറേജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കറന്റ് നമ്മുടെ അക്കൗണ്ടിലുള്ള ഫണ്ടിന്റെ 5 times ആണ് സെറോദ നമുക്ക് ലീവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ കുറവായിരിക്കും ഉണ്ടാവും, അത് സ്റ്റോക്സിന്റെ റിസ്കിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറവ് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി സെറോദയിൽ നിങ്ങൾക്ക് ഈ ഒരു MTF എന്ന് പറയുന്ന ഫെസിലിറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു 1 time പ്രോസസ്സാണ്, എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പോയിട്ട് MTF എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1 time ആയിട്ട് ഇതൊന്ന് അതിൻ്റെ സെറോദിൻ്റെ കൺസോളിൽ പോയിട്ട് ഇനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 1 time പ്രോസസ്സാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെറോദയിൽ നിങ്ങൾക്ക് ഈ ഒരു MTF എന്ന് പറയുന്ന ഫെസിലിറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DDPI നിങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ DDPI എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് മുന്നേ സെറോദയിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സിലും നമ്മൾ ഡെലിവറിയിലൊക്കെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ CDSLന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു ടീപ്പിനൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് അത് വെരിഫിക്കേഷൻ ചെയ്ത ശേഷമാണ് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്നത്. എന്നാൽ റീസെൻ്റ്ലി ഒരു DDPI എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്, ഒരു പ്രോസസ്സ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു DDPI കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓതറൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു OTP, ഈ ഒരു ടീപ്പിനൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു DDPI ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു MTF യൂസ് ചെയ്യാനും സാധിക്കുള്ളൂ, MTF യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സെറോദിൽ തന്നെ ഓൺലൈനായിട്ട് ഈ ഒരു DDPI നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 1-2 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ DDPI ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ MTF യൂസ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ ഡെലിവറി ഒക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും DDPI നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ MTFുമായി
ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്റ്റോക്കിലും ഈ ഒരു MTF എന്ന് പറയുന്ന ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ സെറോദിൽ കറന്റ് ഏകദേശം 1000 കമ്പനികളിലാണ് MTF നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 5000 അടുത്ത് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാ സ്റ്റോക്സിലും നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു 900 to 1000 സ്റ്റോക്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്സിന്റെ ക്വാളിറ്റി, സ്റ്റോക്സിന്റെ റിസ്കിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ബ്രോക്കേഴ്സും ഏതൊക്കെ സ്റ്റോക്സിന് ഈ ഒരു MTF കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ സെറോദിൽ ആ ഒരു MTF അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്സിന്റെ ലിസ്റ്റ് ഞാൻ താഴെ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു MTFുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ MTF ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആ ഒരു സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ആഫ്റ്റർ 5 ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സെറോദിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വരുന്നതാണ്. അതായത് ഈ ഒരു നിങ്ങൾ ഈ MTFിൽ വാങ്ങിയ സ്റ്റോക്കുകൾ നിങ്ങൾ പ്ലഡ്ജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്കൊക്കെ വെച്ചിട്ട് മെയിൽ വരുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ഡേ രാത്രി 7 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു MTFിൽ വാങ്ങിയ സ്റ്റോക്സ് ഓട്ടോമാറ്റിക്കലി അതൊരു ഡെലിവറി ട്രേഡായിട്ട് കൺവേർട്ട് ആവുന്നതാണ്. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നേരത്തെ 10,000 രൂപ വെച്ച് നിങ്ങൾ 50,000 റുപ്പീസിൻ്റെ സ്റ്റോക്സ് വാങ്ങി, അത് MTF ഉപയോഗിച്ചിട്ടാണ് വാങ്ങിയത്. ബട്ട് നിങ്ങൾ ഈ ഒരു 7 മണിക്ക് മുന്നേ പ്ലഡ്ജ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ട്രേഡ് എന്തായിരിക്കും, ഇതൊരു ഡെലിവറി ട്രേഡായിട്ട് കൺവേർട്ട് ആവും. ഇപ്പോൾ ഡെലിവറി ട്രേഡായിട്ട് കൺവേർട്ട് ആവുന്ന സമയത്ത് ഇവിടെ ഒരു അഡീഷണൽ 40,000 റുപ്പീസ് എന്ന് പറയുന്നത് സെറോദിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത് ഡെലിവറി ട്രേഡായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് -40,000 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾ ആ ഒരു 40,000 റുപ്പീസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറോദ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ സെറോദ് തന്നെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റോക്സ് ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്ത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ MTF വഴി നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതും ആ ഒരു സെയിം ഡേ 7 മണിക്ക് മുൻപായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു സെറോദിൽ MTFുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ സെറോദിൽ MTFുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചാർജസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് നമുക്കിവിടെ എക്സ്ട്രാ ഫണ്ട് തരുന്നത് സെറോദിയാണ്. അപ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 0.04% പെർ ഡേ ആണ് വരുന്നത്. അപ്പോൾ 0.04% പെർ ഡേ നമ്മൾ ഇൻറ്റു 365 ഡേയ്സ് നോക്കുകയാണെങ്കിൽ ആനുവലി അവർ ചാർജ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു 14.5% അടുത്തുള്ള ഒരു റേറ്റാണ് ടോട്ടലി ചാർജ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ എത്ര ദിവസമാണ് ഹോൾഡ് ചെയ്യുന്നത് അത്രയും ദിവസത്തേക്ക് ഈ ഒരു 0.04% വെച്ചിട്ടാണ് ചാർജ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 50,000 റുപ്പീസിൻ്റെ സ്റ്റോക്സ്, അതായത് 10,000 നമ്മുടെ കയ്യിൽ എക്സ്ട്രാ 40,000 സെറോദ തരുന്ന കേസിൽ ഇപ്പോൾ 40,000 ആണ് നമ്മൾക്ക് ഇവിടെ സെറോദ തരുന്ന ഫണ്ട് എന്ന് പറഞ്ഞത്. അതിന് എല്ലാ ദിവസവും നമ്മൾ 0.04% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 40,000 അതിൻ്റെ 0.04% എന്ന് പറയുന്ന സമയത്ത് 16 റുപ്പീസ് പെർ ഡേ ആണ് നമ്മൾ ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസമാണ് 16 രൂപ. അപ്പോൾ നമ്മൾ 10 ദിവസം ഇത് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെർ ഡേ 16 രൂപ വെച്ച് 160 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സെറോദിൽ നമ്മൾ ഈ ഒരു സെറോദിൽ നല്ല എല്ലാ ബ്രോക്കേഴ്സിലാണെങ്കിൽ നമ്മൾ ഈ ഒരു MTF യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രസ്റ്റ് ചാർജ് വരുന്നുണ്ട്. 0.04% ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ബ്രോക്കറേജ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു MTF ഉപയോഗിച്ചിട്ടാണ് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും ഒരു 20 റുപ്പീസ് പെർ ട്രേഡ് എന്നുള്ളൊരു ബ്രോക്കറേജ് വരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം 20 റുപ്പീസ് ആണ്. അതിൽ കുറവാണെങ്കിൽ 0.03% എന്നുള്ള ഇതിൽ ചാർജ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെർ ട്രേഡ് മാക്സിമം 20 റുപ്പീസ് അത് ബൈ ചെയ്യുന്ന സമയത്ത് സെല് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രോക്കറേജ് ചാർജ് വരുന്നുണ്ട്. ഇനി അതുപോലെ വരുന്ന മറ്റൊരു ചാർജാണ് പ്ലഡ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു സ്റ്റോക്ക് MTF ഉപയോഗിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സെയിം ഡേ 7 മണിക്ക് മുന്നേ നമ്മൾ പ്ലഡ്ജ് ചെയ്ത് മാൻഡേറ്ററി ആയിട്ട് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് ഇവിടെ ഒരു ചാർജസ് വരുന്നുണ്ട്. 30 റുപ്പീസ് ആണ് ഒരു വൺ ടൈം ചാർജ്. അത് ക്വാണ്ടിറ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്ത ഒരു ഫ്ലാറ്റ് ചാർജ് ആണ്. 30 റുപ്പീസ് പ്ലസ് GST. ഇതിനൊക്കെ GST വരുന്നുണ്ട്. 30 റുപ്പീസ് പ്ലസ് GST എന്ന് പറയുന്ന ഒരു വൺ ടൈം പ്ലഡ്ജിങ് ചാർജ് വരുന്നുണ്ട്. ഇത് പ്ലഡ്ജിങ്ങിന് മാത്രമല്ല, ഇതിന് വേറെ നമ്മൾ അൺപ്ലഡ്ജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അൺപ്ലഡ്ജിങ്ങിന് വേറെ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ പ്ലഡ്ജിങ്ങിന് ഒരു വൺ ടൈം ചാർജ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 50 റുപ്പീസ് സെറോദ ചാർജ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഇത്
പ്ലഡ്ജ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സ്ട്രാ ഫണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറോദ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പൊസിഷൻസ് സ്കോർ ഓഫ് ചെയ്യും. ആ ഒരു ഫണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്കോർ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു സ്കോർ ഓഫ് ചെയ്യുന്ന കേസിൽ സെറോദയാണ് നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങളല്ല എക്സിറ്റ് ചെയ്യുന്നത്. സെറോദ ഈ ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ട് സെറോദ തന്നെ സ്കോർ ഓഫ് ചെയ്യുന്ന കേസുകളിൽ ഇവിടെ ഒരു 50 റുപ്പീസ് എന്ന് പറയുന്ന ഒരു ചാർജ് കൂടി സെറോദ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചാർജസ് ആണ് നമുക്ക് ഈ ഒരു MTF യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ അതിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബാക്കി ബ്രോക്കറേജും പ്ലഡ്ജൊക്കെ ഒരു നോമിനൽ ആയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വരുന്നത്. ബട്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 0.04% പെർ ഡേ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു ട്രേഡൊക്കെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ഒരു എമൗണ്ട് സെറോദയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാർജ് വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്കൊരു ബെറ്റർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡുകളിൽ മാത്രം നിങ്ങൾ MTF യൂസ് ചെയ്യുക, അല്ലാതെ വെറുതെ തോന്നിയ പോലെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ആ ഒരു ട്രേഡ് നമ്മൾ വിചാരിച്ചതിന് എഗെയിൻസ്റ്റ് ആയിട്ട് താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വരുന്ന ആ ഒരു ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ലോസ് മാത്രമല്ല അവിടെ വരിക. ഇവിടെ എന്താണ് പെർ ഡേ ഈ ഒരു 0.04% എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നമ്മൾക്ക് ലോസ് ആയിട്ടാണ് വരിക. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന ബ്രോക്കറേജ് ആണെങ്കിലും പ്ലഡ് ചാർജ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കോർ ഓഫ് ചാർജ് ആണെങ്കിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ഇങ്ങനത്തെ കുറേയധികം ചാർജസ് എക്സ്ട്രാ നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കേസുകളിൽ മാത്രം MTF യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ ചാർജസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെറോദയ്ക്ക് മാത്രമല്ല, ഈ പറയുന്ന ഒരുവിധ എല്ലാ ബ്രോക്കേഴ്സിനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ചാർജസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സെറോദയിൽ നമ്മൾ ഈ ഒരു MTF യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ചാർജസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു MTF യൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കാം. സോ ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സെറോദ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി സെറോദയിൽ എങ്ങനെയാണ് MTF ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനോട് ഞാനിപ്പോൾ ഇവിടെ ബജാജ് ഫിനാൻസ് പറഞ്ഞ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ബൈ ക്ലിക്ക് ചെയ്യാണ്. ബൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ ഒരു ബോക്സിൽ നമുക്ക് ടോപ്പിൽ MTF എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് കാണാൻ സാധിക്കും, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. MTFൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പ്ലീസ് കംപ്ലീറ്റ് ദ ഓതറൈസേഷൻ, അതായത് 7 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ആ ഒരു പ്ലഡ്ജിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ആകും, ആ ഒരു ഓട്ടോ സ്കോർ ഓഫിൻ്റെ ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 7400 രൂപയാണ് കറന്റ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു MTF ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 1550 രൂപ കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മാർജിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7400 രൂപേൻ്റെ സ്റ്റോക്കാണ്, ഡിവൈഡ് ബൈ 1550 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 4.7, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 5 ടൈംസാണ് നമുക്കിവിടെ ലീവറേജ് ആയിട്ട് കിട്ടുന്നത്. അതായത് 1/5 കൊടുത്താൽ മതി. 7500 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് 1500 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇനി ജസ്റ്റ് ഇപ്പോൾ എനിക്ക് എക്സാമ്പിൾ എനിക്കൊരു 10 ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ 10 ക്വാണ്ടിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കും ഇവിടെ 15000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഈ ഒരു സ്റ്റോക്ക് മുന്നേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 70000 രൂപ 10 ക്വാണ്ടിറ്റി ഈ ബജാജ് ഫിനാൻസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 70000 രൂപയാണ് ശരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. ബട്ട് ഇവിടെ എന്താണ് 15000 ആണ് ഞാൻ പേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരു 55000 നമുക്ക് സെറോദയാണ് മാർജിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്താണ് ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈസി ആയിട്ട് ഞാൻ MTF ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പൊസിഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് നെയിം ഇപ്പോൾ നമുക്ക് മുന്നേ CNC ഉണ്ട്, അതുപോലെ തന്നെ MIS ഉണ്ട്. ഇപ്പോൾ പുതിയ MTF വന്നതുകൊണ്ട് തന്നെ ഇവിടെ MTF എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പൊസിഷനിൽ M എന്ന് പറഞ്ഞൊരു മാർക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ഹോൾഡിങ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ MTF ഉപയോഗിച്ചിട്ട് വാങ്ങിയ ഈ ഒരു ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എനിക്ക് ഫണ്ട് ഉണ്ടായത് ഇത് വാങ്ങുന്നതിന് മുന്നേ 25,000 മറ്റോ ആണ് എൻ്റെ ഒരു ഫണ്ട് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ 15,000 യൂസ് ചെയ്ത് ബാക്കി 10,000 ഉണ്ട്. അപ്പോൾ 15,000 ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 70,000 റുപ്പീസ് വാല്യൂ വരുന്ന സ്റ്റോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് വേണമെങ്കിൽ സെല് ചെയ്യും. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എക്സിറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എനിക്ക് ഇൻട്രാഡേ ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് എനിക്ക് ആ ഒരു പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ MTF വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ ക്ലോസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ബട്ട് നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു 5 PM കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും. ആ ഒരു മെയിലിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 7 PM മുന്നായിട്ട് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പ്ലഡ്ജ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെറോദൻ്റെ ഈ ഒരു MTF എന്ന് പറയുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ചാർജസ്, അതിൽ ആ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള കമ്പോണൻറ്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ
ഒരു പ്യുവർ ഒരു ഐഡിയ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് അതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഇല്ലാതൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു അനാവശ്യമായിട്ട് നിങ്ങളൊരു ഇൻട്രസ്റ്റിൽ തന്നെ വലിയൊരു എമൗണ്ട് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് കമ്പൗണ്ടിനെ പറ്റി പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളൊരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് എത്ര രൂപയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പെർ ഡേ പേ ചെയ്യുന്നത്, ഇത്ര ദിവസം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾ പേ ചെയ്യുന്നുള്ള കാര്യങ്ങളെ പറ്റി പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തില്ല ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.